കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് ഫ്ലാറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയെങ്കിലും ഇൻഡെക്സ് 24,450 മുകളിൽ 24,467 ക്ലോസിംഗ് നൽകി. തുടർച്ചയായ നാലാമത്തെ ട്രേഡിംഗ് സെഷനിലാണ് നിഫ്റ്റി പോസിറ്റീവ് ക്ലോസിംഗ് നൽകുന്നത്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് തുടർച്ചയായ രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റിൽ നെറ്റ് ബയറായി 1,797 കോടി രൂപയുടെ ബൈയിങ് ആണ് നടത്തിയത്. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 900 കോടി രൂപയുടെ സെല്ലിംഗ് നടത്തി. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തെ സ്റ്റോക്ക് ഇൻഡസ് ടവർ. ഇൻഡസ് ടവറിൽ വോഡാഫോൺ ഗ്രൂപ്പ് 3% സ്റ്റേക്കുകൾ ഓഫ്ലോഡ് ചെയ്യുകയാണ്. വോഡാഫോൺ ഗ്രൂപ്പ് ഹോൾഡ് ചെയ്ത ഇൻഡസ് ടവറിൻ്റെ 7.9 കോടി ഷെയറുകളാണ് ഓപ്പൺ മാർക്കറ്റിൽ ഡിസ്കൗണ്ട് റേറ്റിൽ സെൽ ചെയ്യുന്നത്. വോഡാഫോൺ ഐഡിയ എന്ന കമ്പനിക്ക് മുകളിലുള്ള ഡെപ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി $101 മില്യൺ ആവശ്യമുണ്ട്. ഈ ആവശ്യത്തെ കേറ്റർ ചെയ്യുന്നതിന് വേണ്ടിയായിരിക്കാം സ്റ്റേക്ക് സെല്ലിംഗ് നടത്തുക. കൂടാതെ വോഡാഫോൺ ഐഡിയ എന്ന കമ്പനി ഫണ്ട് റൈസ് ചെയ്യുന്നതിന് വേണ്ടി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് ഡിസംബർ 9 വിളിച്ചിട്ടുണ്ട്. 2,000 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യാനാണ് കമ്പനി പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഫ്യൂഷൻ ഫിനാൻസ് എന്ന കമ്പനി റൈറ്റ് ഇഷ്യൂ വഴി 800 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ടോറൻറ്റ് ഫാർമസ്യൂട്ടിക്കൽ എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. ഒരു ജർമ്മൻ ബേസ്ഡ് കമ്പനിയിൽ നിന്നും ടോറൻറ്റ് ഫാർമസ്യൂട്ടിക്കൽ എന്ന കമ്പനി 3 ആൻറ്റി ഡയബറ്റിക് ബ്രാൻഡ് അക്വയർ ചെയ്യാൻ തീരുമാനിച്ചു. എലാൻറ്റി എന്ന കമ്പനി E2E നെറ്റ്വർക്കിൻ്റെ 15% സ്റ്റേക്ക് അക്വയർ ചെയ്തു. E2E നെറ്റ്വർക്ക് എന്ന കമ്പനിയുടെ പ്രൊമോട്ടേഴ്സിൻ്റെ സൈഡിൽ നിന്നും കമ്പനി 6% സ്റ്റേക്ക് അക്വിസിഷൻ നടത്തി. എലാൻറ്റി എന്ന സ്റ്റോക്കിനെ ഇന്ന് ഫോക്കസ് ചെയ്യാം. ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് എന്ന സ്റ്റോക്കിനെ കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ബോണസ് ഇഷ്യൂമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുന്നതിന് വേണ്ടി കമ്പനി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് വിളിപ്പിച്ചിട്ടുണ്ട്. ഹീറോ മോട്ടോർ കോർപ്പ് എന്ന കമ്പനി VIDA V2 സീരീസിലുള്ള ഇലക്ട്രിക് സ്കൂട്ടറുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഭാരത് ഫോർജ് എന്ന കമ്പനി QIP വഴി 1,650 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യാൻ തീരുമാനിച്ചു. 1,323 രൂപയാണ് ഫ്ലോർ പ്രൈസായി നിശ്ചയിച്ചിരിക്കുന്നത്. 10,000 കോടി രൂപയുടെ GDV അച്ചീവ് ചെയ്യുന്ന പ്രോസസ്സ് ഡിലേ ആയി എന്ന് ബ്രിഗേഡ് എൻ്റർപ്രൈസസ് അറിയിച്ചിട്ടുണ്ട്. RPP ഇൻഫ്ര എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. ശ്രീലങ്കയിൽ 96 ലെജൻഡ് എന്ന പേരിൽ കമ്പനി പുതിയൊരു റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. സൊനാറ്റ സോഫ്റ്റ്വെയർ സർവീസ് ആമസോൺ വെബ് സർവീസിൻ്റെ ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കോമ്പറ്റൻസി അച്ചീവ് ചെയ്യുകയും ആമസോൺ വെബ് സർവീസ് എന്ന കമ്പനിയുടെ പാർട്ണറായി മാറുകയും ചെയ്തിട്ടുണ്ട്. ആമസോൺ വെബ് സർവീസിൻ്റെ ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സർവീസ് ഇനി മുതൽ സൊനാറ്റ സോഫ്റ്റ്വെയർ വഴിയും സെൽ ചെയ്യും. റെയിൽടെൽ കോർപ്പറേഷൻ എന്ന കമ്പനിക്ക് ഗെയിലിൻ്റെ സൈഡിൽ നിന്നും 10.64 കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചു. മുത്തൂറ്റ് ഫിനാൻസ് തുടർച്ചയായ 3ാമത്തെ പ്രാവശ്യവും ഇൻട്രസ്റ്റ് റേറ്റ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 25 ബേസിസ് പോയിൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടാണ് കമ്പനി നടപ്പിലാക്കിയത്. ബോണ്ടാഡ എഞ്ചിനീയറിംഗ് എന്ന കമ്പനിക്ക് 109 കോടി രൂപയുടെ ഒരു വർക്ക് ഓർഡർ ബീഹാർ റിന്യൂവബിൾ എനർജി ഡെവലപ്മെൻറ്റ് ഏജൻസിയിൽ നിന്ന് ലഭിച്ചു. സൂരജ് എസ്റ്റേറ്റ് ഡെവലപ്പർ എന്ന കമ്പനി മുംബൈയിൽ 1,464 സ്ക്വയർ മീറ്റർ ലാൻഡ് 101 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്ത് ഡെവലപ്പ് ചെയ്യുകയാണ്. ഡൈനാമിക് സർവീസ് ആൻഡ് സെക്യൂരിറ്റി എന്ന സ്റ്റോക്കിന് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. കമ്പനിക്ക് സോളാർ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് മഹാരാഷ്ട്ര ഗവൺമെൻറ് 1,080 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണ്. അതോടൊപ്പം തന്നെ PG ഇലക്ട്രോപ്ലാസ്റ്റ് എന്ന കമ്പനി QIP വഴി 1,500 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. കിർലോസ്കർ ന്യൂമാറ്റിക് സിസ്റ്റം ആൻഡ് കമ്പോണൻ്റ് എന്ന കമ്പനിയുടെ 55% സ്റ്റേക്കുകൾ 15 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തു. ലാൻസർ കണ്ടെയ്നർ ഓഷൻ വോയേജ് ഷിപ്പിംഗ് ലൈൻ എന്ന കമ്പനിയുമായി ചേർന്ന് പാർട്ണർഷിപ്പിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. രാജേഷ് എക്സ്പോർട്ട് എന്ന സ്റ്റോക്കിൽ ഇന്ന് നെഗറ്റീവ് മാർക്കറ്റ് റിയാക്ഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. സെബി രാജേഷ് എക്സ്പോർട്ട് എന്ന കമ്പനിയിൽ ഫോറൻസിക് ഓഡിറ്റിംഗ് ആൻഡ് ഇൻവെസ്റ്റിഗേഷന് ഓർഡർ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ IPCA എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാം. IPCA മെക്സിക്കോയിലുള്ള കമ്പനിയുടെ ഫുള്ളി ഓൺഡ് ബിസിനസ്സിനെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ക്വിക്ക് ഹീൽ ടെക്നോളജി എന്ന കമ്പനി പുതിയൊരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തു. മാൽവെയർ അനാലിസിസ് പ്ലാറ്റ്ഫോമാണ് കമ്പനി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്